കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിനും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയും തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ പ്രാപിക്കുമെന്ന് അവിടുത്തെ വചനത്തിൽ വായിക്കുന്നു. ഈ വചനം പ്രമാണിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവിടുത്തെ ആജ്ഞ അനുസരിച്ച് വീരന്മാരായി തീരാൻ നമുക്കിടയാവണം. വചനത്താൽ ശക്തരാവണം. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ സൂക്ഷിപ്പാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവിക പ്രകാരം നടന്ന് ദൈവത്തിന് പ്രസാദമായത് ചെയ്യുന്നവർ നിലനിൽക്കും. ബാക്കിയൊക്കെ താൽക്കാലികമാണ് പ്രിയരെ. നമ്മൾ നോക്കുമ്പോൾ ആസാഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോൾ താൻ കുറ്റമില്ലായ്മയിൽ തൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥമാണെന്ന് ഒക്കെ ചിന്തിച്ചപ്പോൾ അവസാനം താൻ മുട്ടുമടക്കി മനസ്സിലായി, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കും. പക്ഷെ എന്നെ എങ്ങനെയല്ല നിർത്തിയിരിക്കുന്നത്, എൻ്റെ വലം കൈക്ക് നീ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്, അവൻ്റെ സകല പ്രവർത്തനങ്ങളെയും വർണ്ണിക്കേണ്ടത് തന്നെ എന്ന് പറയാൻ അതുകൊണ്ടാണ് ഇടയായത്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ, അവിടത്തേക്ക് മഹത്വം കരയറ്റാൻ, ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കാൻ നമുക്ക് തയ്യാറാവാം. എല്ലാ വ്യക്തികളെ നോക്കി ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നമ്മൾ മുഷിഞ്ഞു പോകരുത്. അതാവും ഞാൻ യഹോവയിൽ തന്നെ നമ്മൾ രസിച്ചു പോകണം. ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ഒരിടമുള്ളത് നമ്മുടെ കർത്താവിൽ. ചൂടേറിയ മരു യാത്രയിൽ സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഓടിച്ചെന്നു സന്തോഷിക്കാൻ, ആശ്വസിക്കാൻ കഴിയുന്ന ഒരിടം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠം മാത്രം. അവിടെ നിന്നല്ലേ പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ നന്ദി പറയാം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാക്കന്മാർക്ക് അധിപൻ, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. സ്തോത്രം. കലങ്ങിപ്പോകരുത്, കുലുങ്ങിപ്പോകരുത്. ധൈര്യത്തോടെ ഇന്നും പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കും. ലോകസംഭവങ്ങൾ അത് വിളിച്ചോതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകിയാൽ ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ഉന്നതനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. നമുക്ക് പറയാം, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയന്നേക്കുമുള്ള ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്, അവിടുത്തെ ദയന്നേക്കുമുള്ള നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരിയുടെ നമ്മെ വിടുവിച്ചവന്, സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവന്, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ
എന്നേക്കുമുള്ളതെന്ന് പറയാൻ കർത്താവ് സഹായിക്കട്ടെ. മാറിപ്പോകാത്തവൻ, മറന്നുപോകാത്തവൻ, മാർവോടണയ്ക്കുന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. ആ ദൈവിക കരുതലുകൾ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതിയാകില്ല. നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ബലപ്പെടാനും നിങ്ങൾക്ക് കൈവശമാക്കാൻ കടന്നുപോകുന്ന ദേശം കീഴടക്കാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളെയും പ്രമാണിച്ച് നടപ്പി. ശക്തമായൊരു അരുളപ്പാടാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിച്ച് അവിടുത്തെ ചട്ടങ്ങളും വിധികളും എല്ലായ്പ്പോഴും ആചരിക്കണമെന്ന്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജവും മിസ്രയീമിൻ്റെ മധ്യേ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളും ദൈവം പുറപ്പെടുവിച്ചതും ചെങ്കടലിലെ വെള്ളം രണ്ടായി വിഭജിക്കപ്പെട്ടതും ശത്രുശക്തിയുടെ മേൽ അവ ഒഴുകിയതും മറന്നുപോകരുത് എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, യഹോവ ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും നിങ്ങളുടെ കണ്ണാലെ കണ്ടിരിക്കുന്നവൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലകളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി നടന്നു പോകാൻ പറ്റാത്തയിടത്ത് മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞയിടത്ത് പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റ് ഞങ്ങൾ തീരെ മുടിഞ്ഞു, ഇവിടെ ശവക്കുഴി ഉണ്ടാകുമെന്ന് മരുഭൂമിയിൽ നിലവിളിച്ചയിടത്ത് വഴിമാറാത്തതും വഴിമാറി സുഗമമായ പാതയിലൂടെ നിന്നെ എത്തിക്കേണ്ടടുത്ത് പുറത്തു കൊണ്ടുവന്ന എത്തിക്കുക മാത്രമല്ല, ആ പാതയിലേക്ക് ശത്രുശക്തികൾ കയറിയപ്പോൾ അതിനെ മുക്കിക്കളഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും അവിടുത്തെ മഹാപ്രവർത്തികൾ, ഭയങ്കര പ്രവർത്തികൾ കണ്ണാലെ ഇന്നലകളിൽ കണ്ടിട്ടുള്ള പ്രിയ സഹോദരങ്ങളോട് വചനത്തിന് പറയാനുള്ളത്, ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യും. ഇന്നലെ മഹാപ്രവർത്തി ചെയ്ത, ഇന്നലെ ചെങ്കടലിനെ വറ്റിച്ച, യോർദാനെ ഉണങ്ങിയ നിലമാക്കി മാറ്റി അതിനകത്തൂടെ അതിൻ്റെ നടുവിലൂടെ ജനത്തെ കടത്തിവിട്ട, യെരിഹോവിൻ്റെ ശക്തികൾ തകർത്ത് ജനത്തെ അതിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അന്ന് പ്രവർത്തിച്ച കരം കുറുതായിപ്പോയോ? ബലഹീനമായിപ്പോയോ? അന്ന് പ്രവർത്തിച്ച ദൈവം മരിച്ചുപോയ സഹോദരങ്ങളെ? അന്ന് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കഴിവ് കുറഞ്ഞോ? നമ്മൾ പലപ്പോഴും നിരാശപ്പെടുന്നത് എന്തിനാണ്? ആ മഹാപ്രവർത്തി നിങ്ങൾ ഓർക്കണം. അതാണ് ദൈവം പറയുന്നത്. ഇന്ന് പകൽ വിഷാദിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് പറയുന്നു, ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി അവസാന സെക്കൻഡിൽ ഇറങ്ങി വന്ന, തുറന്ന, സഹായിച്ച, ശക്തീകരിച്ച, അത്ഭുതം ചെയ്ത, പുറത്തു കൊണ്ടുവന്ന, തകർന്നതിനെ പണിഞ്ഞ, നിലനിൽപ്പിനെ അപകടത്തിലാകിയ ശക്തമായ വെല്ലുവിളിയുടെ നടുവിൽ നിങ്ങളെ നിലനിർത്തിയ, ഉറപ്പിച്ച, കൂടെ നിന്നവർ പറഞ്ഞില്ലേ, പോകും, നടക്കില്ല, തീർന്നു എന്ന് പറഞ്ഞപ്പോഴും ഇല്ല, എനിക്കെൻ്റെ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിയുള്ള ദൈവിക പ്ലാൻ അനുസരിച്ച് നിങ്ങളെ നടത്തിയ ദൈവത്തിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്തിട്ട് പറയണം, ഇന്നും ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ,
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ അത്ഭുതം ചെയ്യാൻ, മഹാപ്രവൃത്തി വെളിപ്പെടുത്താൻ അങ്ങേക്ക് കഴിയും. പറഞ്ഞവര് പറയാമോ? എൻ്റെ ശരീരമെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുക, കൂടെ നിൽക്കാൻ ആരുമില്ല, ആശ്വാസം പറയാൻ ആരുമില്ല. അകത്ത് നിൽക്കുന്നവർ പോലും തന്നെ ഈ വ്യക്തിയെ തള്ളിപ്പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ തൻ്റെ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു. പക്ഷെ ആ ഭക്തൻ വിടുതൽ വരുന്നതിനും പറയഹോവേ അങ്ങേക്ക് സകലവും കഴിയും. ശരീരത്തെ വിടുവിക്കാൻ, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു തരാൻ, തലമുറകളെ തിരിച്ചു തരാൻ, ആരോഗ്യം തിരിച്ചു തരാൻ, സമ്പത്ത് തിരിച്ചു തരാൻ, ഇന്നത്തെ എൻ്റെ അനുഭവങ്ങൾ, കഴിഞ്ഞ നാളിലുള്ള മുന്നനുഭവങ്ങളെ തിരിച്ചു തരാൻ അങ്ങേക്ക് കഴിയും, ഇപ്പോഴും കഴിയുന്ന പോലെ അർത്ഥം. അതേ അധ്യായത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലേ? നഷ്ടപ്പെട്ടത് മടങ്ങി വന്നില്ലേ? മടക്കി കർത്താവ് കൊടുത്തില്ലേ? ഇരട്ടിയായി കൊടുത്തില്ലേ? പകൽ ഉറക്കണം, ഉറച്ചിട്ട് പറയണം, ആ കർത്താവിന് കഴിയും. പ്രവൃത്തി ചെയ്ത കർത്താവിന്. ഞങ്ങളുടെ വിഷയം, ചെങ്കടനെ വറ്റിച്ച ദൈവത്തിന് നിങ്ങളുടെ വിഷയം വലുതാണോ? ആ കുരുക്കഴിക്കുന്ന വലിയ കാര്യമാണോ? വഴി തുറക്കുന്ന വലിയ കാര്യമാണോ? സൗഖ്യമാക്കിയെന്ന് വലിയ കാര്യം. ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ച ദൈവത്തിന്, ആ കർത്താവിന് നിങ്ങളുടെ അവയവങ്ങളെ ഇന്നും ടച്ച് ചെയ്യാൻ കഴിയത്തില്ലേ? നിങ്ങളുടെ തലമുറകളെ വിടുവിക്കാൻ പറ്റത്തില്ലയോ? നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ആ കുടുംബത്തെ ഉറപ്പിച്ച് നിർത്തിയ കർത്താവിന് നിങ്ങളുടെ തലമുറകളെ ടച്ച് ചെയ്യാൻ കഴിയത്തില്ലേ? യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ലോകം എന്തും പറയട്ടെ, വിളിച്ചു പറ, മഹാപ്രവൃത്തി ചെയ്ത ദൈവത്തിൻ്റെ കരം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, നാളെ ഉണ്ടാകും. ഉറപ്പിച്ചോ? യേശുവിൻ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നലെ വിടുവിച്ചോ, ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഞങ്ങൾ ആ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, ദൈവപ്രവൃത്തി തീർന്നു പോയിട്ടില്ല, സൗഖ്യം തീർന്നു പോയിട്ടില്ല. ദൈവിക സമാധാനം ഇതാ ഒരു നദി പോലെ ഒഴുകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ മക്കൾ സ്വതന്ത്രരാകട്ടെ. വിഷാദങ്ങൾ മാറട്ടെ, വിലാപങ്ങൾ മാറട്ടെ, ആത്മാവിൽ സന്തോഷിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു നാമത്തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, കാര്യത്തോടെ പറ, മഹാപ്രവൃത്തി ചെയ്ത ദൈവമേ, ഇന്നും അങ്ങേക്ക് കഴിയും, നാളെയും കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു യേശു നിങ്ങളുടെ സഹോദരൻ ഹോസ്പിറ്റൽ.